Hi friends, welcome to Jisha's Flavors. ഇന്ന് നമുക്ക് എഗ്ഗ് വെച്ചിട്ട് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റൗ കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ 3-4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 മീഡിയം സൈസുള്ള സവാള ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. തക്കാളി ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്ക് പാത്രം അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കണം. കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിയില. ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 4, 5, 6 നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇതേപോലെ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. എഗ്ഗിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി പാത്രം അടച്ച് വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള എഗ്ഗ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രെഡിനോടൊപ്പം കഴിക്കാം. ഞാനിപ്പം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്